റെഡിയായപ്പോൾ ഈ രാവിലെ മുതൽ തന്നെ അവിടേക്ക് ആശുപത്രിയിലേക്ക് അങ്ങനെ ആളുകൾ എത്തുന്നുണ്ട്. ഈ നേരത്തെ ഈ 4 പേരുടെ ബന്ധുക്കൾ ആശുപത്രിയിൽ എത്തിയിരുന്നുവല്ലോ, അവരെ കാണാനില്ല എന്നറിയിച്ചപ്പോൾ ഈ ശരീരഭാഗങ്ങളുടെ ഒക്കെ DNA പരിശോധന നടക്കേണ്ടതുണ്ട്. അതാരൊക്കെയാണ് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി അതൊക്കെ അതിൻ്റെ നടപടിക്രമങ്ങൾ പാലിച്ച് മാത്രമേ നടത്താൻ കഴിയൂ. നിലവിൽ ഏതൊക്കെ തരത്തിലുള്ള പരിശോധനകളൊക്കെ അവിടെ നടക്കുന്നുണ്ട്? ഈ പരാതി അറിയിച്ചെത്തുന്ന അവരുടെ പരാതികളൊക്കെ പരിഗണിച്ചുകൊണ്ട് ലിഡിയ. ഉന്മേഷ്, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും 7 അംഗ സംഘമാണ് എത്തിയിരിക്കുന്നത്. അവർ ഏകദേശം ഒരു 10:30 എത്തിയിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ഫോറൻസിക്സ് വിദഗ്ധർ ഇത്തരത്തിൽ DNA പരിശോധനകൾ നടത്തുന്നത്. അതിൽ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ പ്രധാനമായും അവർ DNA സാമ്പിളുകൾ എടുക്കുന്നത് ഈ ഒരു 32 ശരീരഭാഗങ്ങളിൽ നിന്നാണ്. അത് ആരുടേതാണെന്ന് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിലവിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 4 മിസ്സിംഗ് കേസുകളാണ്. അതായത് 4 പേരെ കാണാനില്ല എന്നാണ് ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത്. അവരുടെ കൂടി സാമ്പിളുകൾ എടുത്തിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരാളുടെ മൃതദേഹം അത് തിരിച്ചറിയാനായിട്ടുണ്ട്. അത് തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ഒരാളുടെ മൃതദേഹമുള്ളത്. ആ ഒരു മൃതദേഹത്തിന്റെ സാമ്പിളുകൾ കൂടി എടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ സംശയമുള്ള ആളുകളുടെ സാമ്പിളുകളാണ് നിലവിൽ എടുത്തിരിക്കുന്നത്. ഇത് മാച്ച് ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷമായിരിക്കും ഇത് ആരുടേതാണ്, ഈ മൃതദേഹം ആരുടേതാണ് അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ ആരുടേതാണ് എന്ന് വ്യക്തമാവുകയുള്ളൂ. എന്തായാലും ഏറ്റവും വേഗത്തിൽ ദ്രുതഗതിയിൽ ഇത് പൂർത്തിയാക്കാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. പ്രത്യേകിച്ച് 4 ദിവസത്തിനുള്ളിൽ ഈ DNA റിസൾട്ട് വരുന്നത് പോലെയുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ കൂടി എത്രയും വേഗത്തിൽ പൂർത്തിയാക്കണം എന്നുള്ളത് കൂടി അത്തരത്തിലുള്ള നിർദ്ദേശം കൂടി നൽകിയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ സ്വീകരിച്ച് അത് പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. ഉച്ചയ്ക്ക് മുൻപായി ഏകദേശം 8ഓളം മൃതദേഹങ്ങളാണ് പോസ്റ്റ്മോർട്ടം നടത്തി തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങളാണ് പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുള്ളത്. അതിനുശേഷമാണ് നമ്മൾ ഒരാളുടെ മരണം കൂടി സ്ഥിരീകരിച്ചത്. അതായത് വെന്റിലേറ്ററിൽ കഴിഞ്ഞിരുന്ന പ്രവീണിന്റെ മൃതദേഹം കൂടി അല്ലെങ്കിൽ പ്രവീണിന്റെ മരണം കൂടി അതിനുശേഷമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇനി നടക്കാനുള്ളത് പ്രവീണിന്റെ പോസ്റ്റ്മോർട്ടം കൂടിയാണ്. അല്പസമയത്തിനുള്ളിൽ അതും ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഈ പരിക്കേറ്റവരുടെ സ്ഥിതി കൂടി പറയേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് നിലവിൽ 11 പേരാണ് ചികിത്സയിൽ ഉള്ളത്. മെഡിക്കൽ കോളേജിൽ നിലവിൽ 11 പേർ ചികിത്സയിലുണ്ട്. അതിൽ 5 പേരുടെ നില അത് ഗുരുതരമാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 2 പേർ വെന്റിലേറ്ററിലുണ്ടായിരുന്നു. അതിലൊരാൾ പ്രവീൺ മരിച്ചു. അപ്പോൾ അതിനുശേഷം ഇനിയിപ്പോൾ വെന്റിലേറ്ററിലുള്ളത് സതീശനാണ്. അത് ലൈസൻസി കൂടിയായിട്ടുള്ള സതീശനാണ്. സതീശന്റെ നിലയും ഗുരുതരമാണ്, അതീവ ഗുരുതരമാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏകദേശം 90%-ലധികം സതീശന് പൊള്ളലേറ്റിട്ടുണ്ട് എന്നുകൂടിയാണ് ഡോക്ടർമാരടക്കം വിദഗ്ധ സംഘം വ്യക്തമാക്കുന്നത്. എന്തായാലും വലിയ സജ്ജീകരണങ്ങൾ ഇതിനായി ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും ആധുനികമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ചികിത്സകൾ നൽകാൻ വിദഗ്ധ സംഘം ഉണ്ട്. ഒപ്പം മറ്റ് ആശുപത്രികളിൽ നിന്നും മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആശുപത്രികളിൽ നിന്ന് പ്രത്യേകിച്ച് എറണാകുളത്തു നിന്നും പാലക്കാട് നിന്നും കോട്ടയത്തു നിന്നുമുള്ള ഡോക്ടർമാരുടെ സംഘം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവർ വിദഗ്ധ ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ 14 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അത് ചെറിയ പരിക്കുകൾ ഏറ്റവരാണ് 3 പേർ ഉണ്ടായിരുന്നത്. ആ 3 പേരും ഇന്ന് പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഡിസ്ചാർജ് വാങ്ങി പോയിട്ടുണ്ട്. ബാക്കിയുള്ള 11 പേരാണ് ചികിത്സയിൽ തുടരുന്നത്. അതിൽ 5 പേരുടെ നിലയാണ് ഗുരുതരം എന്നുള്ളതാണ്. ഇതാണ് പരിക്കേറ്റവരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ. എന്തായാലും ഏറ്റവും ആധുനികമായിട്ടുള്ള സജ്ജീകരണങ്ങൾ, ഏറ്റവും ആവശ്യമായിട്ടുള്ള അടിയന്തര ഘട്ടത്തിലുള്ള സംവിധാനങ്ങൾ, ചികിത്സ ഉറപ്പാക്കുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ചികിത്സകളെല്ലാം നൽകി വരികയാണ്. നമുക്ക് അത്തരത്തിൽ പ്രതീക്ഷകളുണ്ട്. അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.